സ്വാതന്ത്ര്യദിന ക്യൂസ് പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി? ഉത്തരം മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്ന നഗരമേത്? ഉത്തരം പൂനെ. കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം G. സുബ്രഹ്മണ്യ അയ്യർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 2024 ഓഗസ്റ്റ് 15 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ തീം എന്താണ്? ഉത്തരം വികസിത് ഭാരത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 72 പേർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. വാഗൺ ട്രാജഡി നടന്ന വർഷമേത്? ഉത്തരം 1921 നവംബർ 10. ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉത്തരം ശക്തിയുടെ. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം ഗാന്ധിജി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം MG റാനഡെ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം? ഉത്തരം കോട്ടയം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിക്കാനുള്ളതല്ല, നിങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമേത്? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെ? ഉത്തരം കാപ്പാട്. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം AO ഹ്യൂം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ടയിൽ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഡൽഹൌസി. ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകം? ഉത്തരം അൺടു ദ ലാസ്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ചൗരി ചൗര സംഭവം നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1922 ഫെബ്രുവരി 5. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി.
ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ഉത്തരം 1600. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓഗസ്റ്റ് 9. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമേത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിക്ക് 61 വയസ്സായിരുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സരോജിനി നായിഡു. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ഉത്തരം മഹാത്മാഗാന്ധി. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഉത്തം സിംഗ്. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര്? ഉത്തരം യങ് ഇന്ത്യ. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി? ഉത്തരം അരവിന്ദ് ഘോഷ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ഉത്തരം കൾസൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെച്ചത് ഏത് വർഷം? ഉത്തരം 1934. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളെടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.